കോഴിക്കോട് കല്ലാച്ചി വിഷ്ണുമംഗലം പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വളയം സ്വദേശി രഞ്ജിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. രഞ്ജിത്തിന്റെ സ്കൂട്ടറും ചെരുപ്പും പുഴയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടതോടെയാണ് തെരച്ചിൽ നടത്തിയത്. സമീർ കൂടുതൽ വിവരങ്ങളുമായി. സമീർ, എന്ത് സംഭവിച്ചു എന്നാണ് വിലയിരുത്തുന്നത്? ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് കളിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത്ത് ഇറങ്ങിയത്. പിന്നീട് അദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന്റെ ചെരുപ്പും അതുപോലെ അദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടറും ഈ പുഴയോരത്ത് കണ്ടെത്തിയത്. അതിന്റെ സംശയത്തിലാണ് പിന്നീട് പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിയത്. പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. അതിനിടയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് അപകടത്തിൽപ്പെട്ടതാണോ അതല്ല അദ്ദേഹം ജീവനൊടുക്കിയതാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളയം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം നാദാപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അവിടെ വെച്ചുകൊണ്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്. നിഷാദ്. ശരി സമീർ.